Now we shall discuss about the sign convention followed in deriving the formula for reflection. റിഫ്ലക്ഷനിലെയും റിഫ്രാക്ഷനിലെയും ഒക്കെ ഫോർമുല ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസുകൾ എങ്ങനെ ഏതാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്, റൈറ്റിലേക്കുള്ളതാണോ ലെഫ്റ്റിലേക്കുള്ളതാണോ, ആ സൈൻ കൺവെൻഷൻ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഈ ബുക്കിൽ വി ആർ ഫോളോയിങ് ദ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അതിനു മുമ്പ് ഇപ്പോൾ ഒരു നമുക്കറിയാം പ്ലെയിൻ മിററിൽ ലൈറ്റ് ഇൻസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലെയിൻ മിററിൽ ഇൻസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ നോർമൽ വരയ്ക്കുന്നു. നോർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ടു ദ മിറർ. ഇനി കോൺകേവ് മിററിലാണ് ഇൻസിഡൻ്റ് ആവുന്നതെങ്കിൽ ഹൗ വിൽ വി ഡ്രോ ദ നോർമൽ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കോൺകേവ് മിററിൽ അല്ലെങ്കിൽ കോൺവെക്സ് മിററിൽ ലൈറ്റ് ഇൻസിഡൻ്റ് ആവുന്ന സമയത്ത് ദിസ് ഈസ് എ പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു മിറർ വരച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്കതിൻ്റെ പോള് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യാം. ഈ പോളിൻ്റെയും സെൻറ്ററിൻ്റെയും കൃത്യം നടുവിലായിട്ടാണ് ഫോക്കസ് വരിക. ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ കൃത്യം നടുവിൽ ഫോക്കസ് മാർക്ക് ചെയ്തു. ഇനി സപ്പോസ് എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ഈ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ ആദ്യം ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ വി ആർ ഡ്രോയിങ് എ ടാൻജൻറ്റ്. ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ഈ പോയിൻറ്റിലുള്ള നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സർക്കിളിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ഇതിന് നോർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഡിയസ് അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ, റേഡിയസ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നോർമൽ. ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ഐ. ഇനി ഫോക്കസിൽ കൂടെയാണ്, പാരലൽ ആയതുകൊണ്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേ ആണ്, അതുകൊണ്ട് ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ് അല്ലേ. അപ്പോൾ ഇതാണ് റിഫ്ലക്റ്റഡ് റേ. ഇനി വി ക്യാൻ മാർക്ക് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഇപ്പോൾ ഇങ്ങനെയുള്ള കോൺവെക്സ് സർഫസ് ആണെങ്കിൽ നമ്മൾ ആദ്യം പോള് മാർക്ക് ചെയ്തു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു, നടുക്ക് ഫോക്കസ് മാർക്ക് ചെയ്തു. ഒരു പാരലൽ റേ, സപ്പോസ് ഇറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദി കോൺവെക്സ് മിറർ. ഈ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ ഇഫ് യു ഡ്രോ എ ടാൻജൻറ്റ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ വരയ്ക്കുന്നത്. ഈ നോർമൽ വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ, അത് ഓർമ്മ വേണം. നോർമൽ വരയ്ക്കുമ്പോൾ ഇറ്റ് ഓൾവേസ് പാസസ്, ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അത് റേഡിയസ് ആണ്. അപ്പോൾ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ മിറർ, സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. സോ ദിസ് ഈസ് എ നോർമൽ. ഇനി റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കണം, അത് ഫോക്കസിലൂടെയും പാസ് ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ നീട്ടി വരയ്ക്കുകയാണ്. ഈ നോർമൽ നീട്ടി വരച്ചു. ഇതാണ് റിഫ്ലക്റ്റഡ് റേ. ദിസ് ഈസ് എ റിഫ്ലക്റ്റഡ് റേ. ആൻഡ് അതിനെ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. സോ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ എന്താണ് പറയുന്നത്? ഹിയർ വി ആർ ടേക്കിംഗ് എ കോൺകേവ് മിറർ. The principal axis is drawn, pole, പിന്നെ center of curvature മാർക്ക് ചെയ്തു, focus. Suppose we have an object placed in front of the mirror. AB is an object. അപ്പോൾ ആദ്യത്തെ സൈൻ കൺവെൻഷനിലെ ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ all distances are measured from the pole of the mirror. എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മിററിൻ്റെ സെൻറ്ററിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. all distances are measured from the pole of the mirror. ഇനി ഒബ്ജക്റ്റിൽ നിന്നാണ് ലൈറ്റ് മിററിലേക്ക് വീഴുന്നത് അല്ലേ. നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത് എപ്പോഴാണ്? ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മളുടെ കണ്ണുകളിൽ എത്തുമ്പോഴാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ബ്ലൂ കളറായി കാണുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വൈറ്റ് ലൈറ്റിൽ എല്ലാ കളേഴ്സും ഉണ്ട് അല്ലേ. വിബ്ജിയർ എന്നുള്ള എല്ലാ കളേഴ്സും വൈറ്റ് ലൈറ്റിലുണ്ട്. അതിലെ ബാക്കി എല്ലാ കളേഴ്സിനെയും അബ്സോർബ് ചെയ്ത് ബ്ലൂ കളറിനെ മാത്രം ആ ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ ബ്ലൂ കളർ നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. അതേപോലെ എ ബി എന്നുള്ള ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ്, അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ
ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഈസ് ഫ്രം ദ ഒബ്ജക്റ്റ് ടു ദ മിറർ. ഈ distances measured in the direction of incident light are taken as positive. ഇങ്ങനെ എടുക്കുന്ന ഡയറക്ഷൻസ് എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിലുള്ളത്. ഡിസ്റ്റൻസസ് മെഷേർഡ് എഗൻസ്റ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഗൻസ്റ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്ന ഡയറക്ഷനുകളെല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്നു. ഇനി ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിന് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് യു എന്നുള്ള ലെറ്റർ കൊണ്ടാണ്, ഇമേജ് ഡിസ്റ്റൻസിന് വി എന്നുള്ള ലെറ്റർ കൊണ്ടും. അപ്പോൾ ഈ കേസിൽ നമ്മൾ പോളിൽ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ എഗൻസ്റ്റ് ഇൻസിഡൻറ്റ് ലൈറ്റാണ് മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് -u. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഈ ഭാഗത്താണ് ഇങ്ങോട്ട് മിററിൻ്റെ ബാക്കിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ അപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആയതുകൊണ്ട്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ നെഗറ്റീവായിട്ടും വരും. പിന്നെ ചെയ്യുന്നത് ഹൈറ്റ് അപ്വേർഡ് ഹൈറ്റുകൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഡൗൺവേർഡ് ഹൈറ്റ്, ഇപ്പോൾ ഇൻവേർട്ടഡ് ഇമേജാണ് വരുന്നതെങ്കിൽ ഹൈറ്റ് ഡൗൺവേർഡ്സ് ഈസ് മെഷേർഡ് ആസ് നെഗറ്റീവ്. അപ്പോൾ ആ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിഗർ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക.